ശ്രീമതി സി കെ ജാനു, ഇവിടെ മുത്തങ്ങ സംഭവത്തിന്റെ പേരിൽ ഇപ്പോൾ അന്നത്തെ പോലീസ് നടപടിയെ ആദിവാസിയായ ജോഗി മരിക്കാനിടയായ സംഭവം, അതേപോലെ തന്നെ അവിടെ ഒരു പോലീസുകാരൻ മരിക്കാനിടയായ സാഹചര്യം, ഇതൊക്കെ ഉണ്ടായതാണ്. നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് അന്ന് മുത്തങ്ങയിൽ ഉണ്ടായത്. പക്ഷേ എ കെ ആന്റണിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സംസാരിച്ചത്, അതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ മുത്തങ്ങ സംഭവം എടുത്തു കാണിച്ചതും. എ കെ ആന്റണി പറഞ്ഞതിൽ അതിനെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? എന്തായാലും മുത്തങ്ങ സമരത്തിനകത്ത് അന്ന് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളാണ് ശരിക്കും നടന്നത്. പോലീസിന്റെ ഒരു നരനായാട്ട് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ സംഭവത്തിനകത്ത് ശരിക്കും ഇപ്പോ ആളുകൾ ഇപ്പോഴും പല ആളുകൾക്കും അന്നത്തിന്റെ ആഘാതത്തിൽ നിന്ന് അവർ മുക്തരാക്കി പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ പോലെ ആളുകൾ താമസിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഞങ്ങൾ അന്ന് ശരിക്കും വെച്ചത് ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ. ഞങ്ങള് കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഭൂമിക്ക് വേണ്ടിയാണ് സമരം നടത്തിയത്. ആ പ്രശ്നം ശരിക്കും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ അങ്ങനെ കിടക്കുവാണ്. അതിനൊരു പരിഹാരമാണ് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടത്. അത്തരം ഒരു പരിഹാരം കിട്ടുമ്പോ ആദിവാസിയായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടാലും വേദന അനുഭവിച്ചാലും ഞങ്ങൾക്ക് ഭൂമി കിട്ടി, ഞങ്ങൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവും എന്നുള്ളത് അവർ വിചാരിച്ച് അവർ മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് അവർക്ക് വരാൻ സാധിക്കും. അത്തരം ഒരു ഇടപെടൽ നടത്താതെ ഉള്ള ഒരു മാപ്പ് പറച്ചില്, അത് ശരിക്കും ഇത്രയും പീഡനം അനുഭവിച്ച ആളുകളുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞിട്ട് എന്താണ് ശരിക്കും പ്രയോജനം? അതിനെങ്ങനെയാണ് ശരിക്കും തിരിച്ചു മാപ്പ് കൊണ്ട് ഈ വേദനയുടെ വ്യാപ്തിയെ നമുക്ക് ചുരുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ശരിക്കും അത് അതുപോലെ തന്നെ നിൽക്കുകയല്ലേ. അതിൽ മറ്റൊരു കാര്യമുണ്ട്, അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതാണല്ലോ താങ്കൾ പറഞ്ഞത്, ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന്. അത് മാത്രമല്ല, ആദിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഭൂമി നൽകിയത് താൻ ഭരിക്കുന്ന കാലത്താണ് എന്നും എ കെ ആന്റണി അവകാശപ്പെടുകയാണ്. അതിന് അദ്ദേഹം കാരണമായിട്ട് പറയുന്നത്, അതിന് തൊട്ട് മുമ്പ് തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിൽ ആ സമരം ഒത്തുതീർപ്പാക്കിക്കൊണ്ട് എ കെ ആന്റണി തന്നെ നേരിട്ട് ആ സമര നേതാക്കളെ, താങ്കളും അവിടെ ഉണ്ടായിരുന്നുവല്ലോ അന്ന് തിരുവനന്തപുരത്ത്, അപ്പോൾ അന്ന് നൽകിയ ഉറപ്പ്, അത് പ്രകാരം ഭൂമി നൽകി. അപ്പോൾ താനാണ് ഏറ്റവും കൂടുതൽ ഭൂമി ആദിവാസികൾക്ക് നൽകിയത് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല, ആദ്യം മുത്തങ്ങയിൽ ആദിവാസികൾ കയറിയപ്പോൾ ഇറക്കി വിടേണ്ട എന്ന നിലപാടായിരുന്നു. പക്ഷേ കേന്ദ്രം ആവശ്യപ്പെട്ടു ഇറക്കി വിടണമെന്ന്. ഇതൊക്കെ അദ്ദേഹം ഇന്നലെ വിശദീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഏറ്റവും കൂടുതൽ ആദിവാസികൾക്ക് ഭൂമി നൽകിയത്, ആദിവാസികളുടെ സമരത്തിനെ പരിഗണിച്ചത്, ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച നടത്തിയത്, അതിലൊരു എഗ്രിമെന്റ് വെച്ചത്, ഭൂമി വിതരണം തുടങ്ങിയതൊക്കെ ആന്റണി കോൺഗ്രസ് ഗവൺമെന്റ് തന്നെയാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല. അത് കറക്റ്റ്, അവര് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്ത സമയത്ത് അവിടെ ആദിവാസികൾക്ക് നേരെ നടന്ന ഈ നരനായാട്ട് അതിന് ശരിക്കും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഭൂമി തന്നത്, കരാറുണ്ടാക്കിയത്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഭൂമി വിതരണവും ഒക്കെ ആന്റണി ഗവൺമെന്റ് ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ മുത്തങ്ങയിൽ ഈ പോലീസിന്റെ ഈ അതിക്രമം, പോലീസിന്റെ ഈ നരനായാട്ട് അവസാനിപ്പിക്കാമായിരുന്നു. അതിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമിയും കിട്ടിയിട്ടില്ല. കിട്ടിയ ഭൂമി പല സ്ഥലത്ത് ഇപ്പോഴും പ്ലോട്ട് ആളുകൾക്ക് കാണാതെ വില്ലേജ് ഓഫീസർ കയറി ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ആളുകൾക്ക് മാനസികമായിട്ടുള്ള മാപ്പ് കൊടുക്കാൻ പറ്റും. ശരിക്കും ആ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാക്കണം. ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ കഴിഞ്ഞ 25 വർഷം മുമ്പ് നടന്നിട്ടുള്ള പോലീസിന്റെ അതിക്രമവും അരാജകത്വവും കസ്റ്റഡിയും ഒക്കെ അത്തരം പോലീസുകളെ ഇപ്പൊ പിടിച്ച് അവർക്കെതിരെ കേസെടുത്ത് ജയിലിലടയ്ക്കുന്ന ഇപ്പോഴത്തെ സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തിൽ മുത്തങ്ങയിലുള്ള പോലീസിനെതിരെ എന്തുകൊണ്ട് അന്നെങ്ങനെ ഒരു അന്വേഷണം നടത്തി ഒരു കേസെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് വരുന്നില്ല? അതും കൂടെ ഇതിനോടൊപ്പം വരേണ്ടതല്ലേ? ഇതിനോടൊപ്പം അത് പിൽക്കാലത്തും തീരുമാനിക്കാമായിരുന്നു ശ്രീ സി കെ ജാനു. അത് പിന്നീട് വന്ന സർക്കാരുകൾക്കും തീരുമാനിക്കാവുന്നതായിരുന്നുവല്ലോ. തീരുമാനിക്കാവുന്നതായിരുന്നു, പക്ഷെ അവർ ചെയ്തില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആന്റണി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് വന്യജീവി സങ്കേതമാണ്. അവിടെ സമരം നടത്തുന്നവരെ ഇറക്കി വിട്ടേ മതിയാവുകയുള്ളൂ. അത് താങ്കളും സമ്മതിക്കുന്നുണ്ടല്ലോ അതിൽ. പക്ഷെ പോലീസ് അതിൽ ഇടപെട്ട രീതിയാണ് താങ്കൾ എതിർക്കുന്നത്. പിന്നീട് അവിടെ വന്യജീവി സങ്കേതമല്ല. മുത്തങ്ങയിൽ ഞങ്ങൾ 600 ആളുകളുടെ പേരിലാണ്
ഫോറസ്റ്റ് ക്രൈം അനുസരിച്ച് 14 കേസുകൾ എടുത്തത്. കോടതിയിൽ ഞങ്ങൾ പോയപ്പോ മുത്തങ്ങയുടെ റിക്കാർഡ് ഗവൺമെന്റിനോട് കോടതിയിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോ കേന്ദ്ര ഗവൺമെന്റിന് ഇത് റിസർവ് ഫോറസ്റ്റ് ആക്കി തരണം എന്ന് പറഞ്ഞ് കൊടുത്ത ഒരു അപേക്ഷയുടെ കോപ്പിയാണ് അവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ 600 ആളുകളുടെ പേരിലുള്ള ഫോറസ്റ്റ് ക്രൈമിലെ 14 കേസും തള്ളിപ്പോയത്. പക്ഷേ ആന്റണി പറയുന്നത് വന്യജീവി സങ്കേതമായതുകൊണ്ട് കേന്ദ്രം ആവശ്യപ്പെട്ടു, 3 തവണ ആവശ്യപ്പെട്ടു എന്നാണല്ലോ. അപ്പോൾ ആന്റണി പറഞ്ഞതിൽ പൊരുത്തക്കേടുണ്ടോ? ആ ഭൂമിയെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. അത് വെർളയ്ക്ക് യൂക്കാലി പ്ലാന്റ് ചെയ്യാൻ കൊടുത്ത പാട്ടഭൂമിയാണ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് ആ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അത്തരം നടപടിയിലേക്ക് പോവില്ലായിരുന്നു. അതായത് അന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയാൽ മതിയായിരുന്നു, ഇങ്ങനെ ഒരു നടപടി വേണ്ടായിരുന്നു, വെടിവെപ്പിലേക്ക് പോകണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത് നീക്കാവുന്നേ ഉള്ളൂ. ഞങ്ങൾ അതിന് സമ്മതമായിരുന്നു. ഞങ്ങൾ മുഴുവൻ ആളുകളും അറസ്റ്റ് ഭരിച്ച് ജയിലിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. അന്ന് കുറെ കള്ളപ്രചാരണങ്ങൾ നടന്നുവെന്നും എ കെ ആന്റണി പറയുകയുണ്ടായി. അതിന് നേതൃത്വം നൽകിയത് VS-ന്റെ പേരും അദ്ദേഹം പറയുകയുണ്ടായി. അവിടെ ആദിവാസികളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു തുടങ്ങിയ പ്രചാരണങ്ങൾ തനിക്കെതിരെ ഉണ്ടായി. അവസാനം അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയില്ല. ഒരു ആദിവാസിയെ മരിച്ചുള്ളൂ. അതല്ലാതെ നിരവധി ആദിവാസികൾ മരിച്ചു എന്നത് തനിക്കെതിരെയും സർക്കാരിനെതിരെയും നടത്തിയ കള്ളക്കഥയായിരുന്നുവെന്ന്. ആ സമയത്ത് സ്പോട്ടിൽ മരിക്കുന്നത് ജോഗി അണ്ണൻ ഒരാളാണ്. ആ സ്പോട്ടിൽ പിന്നെ വേറെ ആൾ മരിച്ചിട്ടില്ല. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞു മരിക്കുന്നത്. അതിനുശേഷം 10-20 ആളുകൾ പോലീസിന്റെ ഈ അതിക്രമ നരനായാട്ടിന് വിധേയരായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം. പക്ഷെ അത് പിന്നീട് മാസങ്ങളും വർഷങ്ങളും ഒക്കെ ആവുമ്പോൾ ഇതിന്റെ അഗാധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ മരണപ്പെടുന്ന ആളുകളായിരുന്നു. മാനസിക നില തെറ്റി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അത്തരം ഒരു സംഭവം നടന്നതിന് ശരിക്കും പറഞ്ഞാല് ഈ അന്ന് അനുഭവിച്ച ആ വേദനയ്ക്കും ആ പ്രശ്നങ്ങൾക്കും ഒരിക്കലും മാപ്പുണ്ടാവില്ല. ശരി, നന്ദി ശ്രീമതി CK ജാനു. എന്തായാലും മുത്തങ്ങയിലെ സംഭവത്തിന് മാപ്പില്ല എന്നാണ് CK ജാനു പറഞ്ഞത്. അന്നത്തെ മുത്തങ്ങ സമരത്തിന്റെ നേതാവായിരുന്നു CK ജാനു. അന്നത്തെ പോലീസ് നടപടി അത് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. മറ്റു വഴികൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹം തേടിയില്ലെന്നും ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നതിൽ കാര്യമില്ല എന്നുമാണ് CK ജാനുവിന്റെ പ്രതികരണം. ഡാൻ ചേരുന്നുണ്ട്. ഡാനിൻ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ആ സമയത്ത് ഈ മുത്തങ്ങ സമരത്തിന്റെ സമയത്ത് അന്നത്തെ ആന്റണി സർക്കാർ ഏറെ പഴി കേട്ടതാണ്. നിയമസഭയിലും വെളിയിലും അന്ന് VS അതിശക്തമായിട്ട് ഇതിനെതിരെ രംഗത്തെത്തുകയും പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയതുമാണ്. അതൊക്കെ ഉൾപ്പെടുത്തിയാണ് AK ആന്റണിയുടെ മറുപടി. പക്ഷേ ആ സമയത്തൊക്കെ കോൺഗ്രസ് ശക്തമായിട്ട് തന്നെ സർക്കാരിനൊപ്പം നിന്നതാണല്ലോ. ഇപ്പോൾ പക്ഷേ ആന്റണിക്ക് എന്താണ് ഇത്രമാത്രം പരിഭവത്തിന് കാരണം? താൻ തന്നെ നേരിട്ട് വന്ന് ഇതിനെ പ്രതിരോധിക്കണം എന്ന അവസ്ഥ വേണ്ടി വന്നു എന്ന് പറയുവാൻ? അതായത് ഈ ഒരു ഒറ്റ സംഭവം മാത്രമല്ല, കഴിഞ്ഞ സമീപകാലങ്ങളിൽ ആന്റണി സർക്കാരുമായി കമ്പയർ ചെയ്തുകൊണ്ട് തുലനം ചെയ്തുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. അതിനുള്ളൊരു പരിഭവം AK ആന്റണിക്കുണ്ട്. താൻ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്നിട്ടും തന്നെ ബോധപൂർവം ഈ ചർച്ചകളിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നൊരു സന്ദേഹം അദ്ദേഹത്തിനുണ്ട്.